എന്നുവെച്ചാൽ മാർക്സിന്റെ മനോഹരമായ ഒരു വാക്കുണ്ട് മാനിഫെസ്റ്റോയിൽ. ഹിസ്റ്റോറിക്കലി ബൂർഷാസി ഹാസ് പ്ലേഡ് മോസ്റ്റ് റവല്യൂഷണറി റോൾ എന്നാണ്. ചരിത്രപരമായി ബൂർഷാസി ഏറ്റവും വിപ്ലവകരമായ ദൗത്യമാണ് നിർവഹിച്ചത്. 2001 ആ ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ ആ ഘട്ടത്തിലുള്ള കൂടിച്ചേരലുകളായിരുന്നുവെങ്കിൽ 2026 കഴിഞ്ഞപ്പോൾ 21 മുതൽ തന്നെ വലതുപക്ഷ ശക്തികൾ വളരെ സൂക്ഷ്മമായി ഇങ്ങനെ ഒരു ഭരണത്തിന് ഇനിയൊരു തുടർച്ച ഇല്ലാതിരിക്കാനുള്ള ഏകോപനമുണ്ടായി. ഇത് വേണ്ടത്ര നമുക്ക് കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കനത്ത തിരിച്ചടിക്ക് ശേഷം പലരും സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, EMS ഉണ്ടായിരുന്നെങ്കിൽ, അപ്പൊ EMS ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടില്ല എന്നുള്ളതല്ല. ഈ പരാജയത്തെയും അതിലേക്ക് നയിച്ച ഘടകങ്ങളാകാം, അല്ലെങ്കിൽ നേരത്തെ ഉള്ള സാഹചര്യത്തെ ആകാം. എങ്ങനെയായിരിക്കും അദ്ദേഹം വിലയിരുത്തുക, അതെങ്ങനെയായിരിക്കും നമുക്ക് പുതിയൊരു ദിശാബോധം നൽകുക? ഇതാണ് ചോദിക്കുന്ന ആളുകളും നമ്മളിൽ പലരും മനസ്സിൽ കരുതുന്നത്. 1989 വിമോചന സമരത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട ഘട്ടത്തിൽ അതിനെക്കുറിച്ച് EMS പിന്നീട് എഴുതിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ EMS പറയുന്ന ഭാഗം ഇതാണ്: കേരളത്തിലെ പരീക്ഷണം എന്തെങ്കിലും ഒരു പാഠം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇതാണ്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതും ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്നതും ഉൾപ്പെടെയുള്ള പാർലമെൻ്ററി രംഗത്തെ സമരം വർഗസമരത്തിൻ്റെ ഒരു സവിശേഷ രൂപം മാത്രമാണ്. പാർലമെൻ്ററിതര സമരവും പാർലമെൻ്ററി സമരവും ഇണങ്ങിച്ചേർന്ന് പോകുന്നതാണെങ്കിലും പാർലമെൻ്ററി മേഖലയിലെ സമരം എന്നുള്ളത് പാർലമെൻ്ററിതര സമരത്തിന് വിധേയമാണ്. അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. ഈ പാഠമാണ് 1957-59 ആ ഭരണ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വച്ചത്. അത് ഇന്നും പ്രസക്തമായൊരു കാര്യമാണ്. ആ വിമർശനം ഇപ്പോൾ പാർട്ടി അംഗീകരിച്ച രേഖയിലും കാണാൻ കഴിയും. ആ വിമർശനത്തിന് അടിസ്ഥാനപ്പെടുത്തിയ പ്രയോഗങ്ങൾ, ഞാൻ ഈ രണ്ടാം ഭാഗം എടുക്കുന്നത്, ജനാധിപത്യം എന്നൊരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്. എത്രമാത്രം നമുക്ക് സാധ്യമായി, എവിടെയെല്ലാം കുറവുകളുണ്ടായി. ജനാധിപത്യത്തിൻ്റെ പല വികസിത രൂപങ്ങളും ഈ ഘട്ടത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ, ഇപ്പോൾ ഇവിടെ സുജാത സഖാവ് സൂചിപ്പിക്കുകയുണ്ടായി, ദാക്ഷായണി വേലായുധനും സ്വാമിനാഥനും എല്ലാവരും 3 വനിതകൾ കേരളത്തിൽ നിന്നുണ്ടായി, ആനി മസ്ക്രീനും. എന്നാൽ പിന്നീട് ഉള്ള ഇതേവരെയുള്ള കാലത്ത് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിൻ്റെ 2 സഭയിലേക്കും കൂടി ഒരിക്കൽ പോലും 3 വനിതകൾ ഉണ്ടായിട്ടില്ല. ഈ ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 3 വനിതകൾ അന്ന് ഉണ്ടായിരുന്നു. അത് സ്വാമിനാഥൻ വരുന്നത് മദ്രാസിൻ്റെ ഭാഗമായിട്ടുള്ള പാലക്കാട് നിന്നാണ്. ആനി മസ്ക്രീൻ, ദാക്ഷായണി വേൽ. പിന്നെ ഒരിക്കലും കേരളത്തിൽ നിന്ന് 3 പാർലമെൻറ്റ് അംഗങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടേ ഇല്ല. നിങ്ങളുടെ സമയത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പരമാവധി 2 സഭയിൽ കൂടിയാലും. അതാണ് ഒരു ഭാഗം. 2 ഇപ്പോൾ ഇത്രയും കാലത്തെ ഭരണം 57 അധികാരമേൽക്കുമ്പോൾ EMS പറഞ്ഞു, ഞാൻ ശ്വസിക്കുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് സമുദായം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ എൻ്റെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് സമുദായം സൃഷ്ടിക്കുന്നതിനുള്ള ഗവൺമെൻറ് ആയിരിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച പരിപാടി നടപ്പിലാക്കാനുള്ള ഗവൺമെൻറ് ആയിരിക്കും. ഒന്നുകൂടി EMS പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകകക്ഷി ഭരണമാണെങ്കിലും, സ്വതന്ത്രന്മാർ മാത്രമാണല്ലോ. മുണ്ടശ്ശേരി മാഷ് സ്വതന്ത്രനാണെന്ന് പലരും പറയാറുണ്ടെങ്കിലും, പിന്നെ ഞാൻ ഒരിക്കൽ ദേശാമല്ലിരിക്കുമ്പോൾ രേഖ നോക്കിയപ്പോഴാണ് അദ്ദേഹം മത്സരിച്ച് അരിവാളും നിൽക്കതില്ല, ഒല്ലൂർ ചിഹ്നം അതായിരുന്നു. ഏകകക്ഷി ഭരണമാണെങ്കിലും രാജ്യത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. കോൺഗ്രസ് പ്രഖ്യാപിച്ചതും എന്നാൽ അവർ നടപ്പിലാക്കാൻ തയ്യാറാകാത്തതുമായ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാനായിരിക്കും എൻ്റെ ഗവൺമെൻറ് ശ്രമിക്കുക. ഈ പരിമിതി പിന്നീടൊരു പാർട്ടി ബോധമായി തന്നെ എത്ര വികസിച്ചെങ്കിലാണല്ലോ പൊതുബോധത്തിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് തന്നെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നുവോ? അത് ഒരു ഭാഗം. ഒന്നാമത്തെ പോയിന്റ് 2 ഇതാണ്. 3,
ഇപ്പോൾ ആ ഗവൺമെൻറ് നടപ്പിലാക്കി. ഇപ്പോൾ ഡോക്ടർ വൈസൊക്കെ പറഞ്ഞില്ലേ, ഭൂപരിഷ്കരണം, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പരിപാടി. ഇപ്പോൾ അതൊന്നും പറയാനേ പറ്റില്ല, ഈ വാട്സപ്പ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ എന്നെക്കുറിച്ചൊരു ഭൂപരിഷ്കരണം ഒരു മുതലാളിത്തത്തിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഈ ഭൂപരിഷ്കരണത്തിനെതിരാണെന്ന മട്ടിൽ വാട്സപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. എന്നിട്ട് ആ മാർക്സിൻ്റെ മനോഹരമായൊരു വാക്കുണ്ട് മാനിഫെസ്റ്റോയിൽ. ഹിസ്റ്റോറിക്കലി ബൂർഷാസി ഹാസ് പ്ലേഡ് മോസ്റ്റ് റെവല്യൂഷണറി റോൾ എന്നാണ്. ചരിത്രപരമായി ബൂർഷാസി ഏറ്റവും വിപ്ലവകരമായ ദൗത്യമാണ് നിർവഹിച്ചത്. ഇന്നാണ് ഇത് മാത്രം നടത്തിയിരുന്നിട്ട് ഈ മാർക്സ് ബൂർഷാസിയുടെ പ്രധാനപ്പെട്ട പ്രചാരകനാണല്ലോ എന്ന് പ്രചരണം വരാം. എന്നുവെച്ചാൽ ഓരോ കാലം ഭൂരിഷ്കരണം മുതലാളിത്തം നടപ്പിലാക്കേണ്ടതായിരുന്നു, അവർ നടപ്പിലാക്കിയില്ല. കോൺഗ്രസ് നടപ്പിലാക്കേണ്ടതായിരുന്നു, നടപ്പിലാക്കിയില്ല. ആ പരിപാടിയാണ് കേരളത്തിൽ നമ്മളന്ന് ഏറ്റെടുത്തത്. 57 ഗവൺമെൻറ്റിനെതിരെയുള്ള സമരം വന്നപ്പോൾ പൊതുവെ വന്നൊരു കാഴ്ചപ്പാട് വലതുപക്ഷ ശക്തികളാകെ ഏകോപിതമായി. തെരഞ്ഞെടുപ്പിന് വേണ്ടി പോലും കാത്തുനിന്നില്ല, വിമോചന സമരമുണ്ടായി. പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെൻറ് കാലാവധി ചരിത്രത്തിൽ ആദ്യമായി പൂർത്തീകരിക്കുന്നത് 2001-ലാണ്. 2001-ലാണ് ഏറ്റവും കുറവ് സീറ്റ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കിട്ടി. അപ്പോൾ കാലാവധി പൂർത്തീകരിച്ച ഗവൺമെൻറ്റിന് തുടർച്ചയില്ലാതിരിക്കാൻ എല്ലാ വലതുപക്ഷ ശക്തികളുടെയും ഏകോപനമുണ്ടായി 40 സീറ്റിലേക്ക് ഒതുങ്ങി. അന്ന് മലപ്പുറത്ത് ഒരു സീറ്റാണ്, മങ്കട മാത്രം 1000 ശിഷ്ടം. ഇപ്പോൾ ഒറ്റ സീറ്റുമില്ല. എറണാകുളത്തും അന്നൊരു സീറ്റാണ്, പെരുമ്പാവൂർ മാത്രം 1000 ശിഷ്ടം വോട്ട്. ഇപ്പോൾ ഒരു സീറ്റുമില്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങി. പിന്നെ ഒരു ചരിത്രഘട്ടം ഈ തെരഞ്ഞെടുപ്പാണ്. തുടർച്ചയായ 2 ഭരണത്തിന് ശേഷം ഒരു അപ്പോൾ 2001 ആ ഗവൺമെൻറ് കാലാവധി പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ ആ ഘട്ടത്തിലുള്ള കൂടിച്ചേരലുകളായിരുന്നുവെങ്കിൽ 2026 കഴിഞ്ഞപ്പോൾ 21 മുതൽ തന്നെ വലതുപക്ഷ ശക്തികൾ വളരെ സൂക്ഷ്മമായി ഇങ്ങനെ ഒരു ഭരണത്തിന് ഇനിയൊരു തുടർച്ച ഇല്ലാതിരിക്കാനുള്ള ഏകോപനമുണ്ടായി. ഇത് വേണ്ടത്ര നമുക്ക് കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട 4-ാമത്തെ ഭാഗം എൻ്റെ അഭിപ്രായത്തിൽ ഈ നീണ്ട കാലയളവ് 57, 59, 67, 69, 80, 82, 87, 91, പിന്നെ 96, 2001, അതിനുശേഷമുള്ള ഈ കാലയളവ് ഏകദേശം 30 വർഷം. ഈ 30 വർഷത്തെ ഭരണത്തിൽ മാത്രമല്ല, അതിനുശേഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയാണ് കേരളത്തിലെ ഇടതുപക്ഷം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഇത് കേരളമാണ് എന്ന് വളരെ ശക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഈ തുടർച്ചയായ പാർലമെന്ററി എതിർ സമരങ്ങളും കേരളത്തിൻ്റെ വലതുപക്ഷ ബോധത്തിൽ എത്ര ഇടിവുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 59 വലതുപക്ഷ ശക്തികൾ ഏകോപിതമായി നമ്മൾ പരാജയപ്പെട്ടു. 2001 ഏകോപിതമായി പരാജയപ്പെട്ടു. 26 കുറെ കൂടി ഏകോപിതമായി നമ്മൾ വീണ്ടും പരാജയപ്പെട്ടു. അപ്പോൾ ഈ മേൽക്കുരയ്ക്കകത്ത് ഈ മാറ്റങ്ങളും സമരങ്ങളും ഭരണവും വഴി എത്ര മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ട് അതെങ്ങനെ തുടരുന്നു? പിന്നെ അതിൻ്റെ സാർവദേശീയ സാഹചര്യമുണ്ട്. തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്നത് ദേശീയ സാഹചര്യമുണ്ട്. അതിൽ നിന്ന് മാറി കേരളത്തിലൊരു ദ്വീപായി മാത്രം നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവസാനമായി ജനാധിപത്യം നവോത്ഥാനം പറഞ്ഞല്ലോ. ഇപ്പം ആ നവോത്ഥാനം അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പുതിയ സ്വഭാവങ്ങൾ എങ്ങനെ വരുന്നു? സ്വത്വം അതിനടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം എങ്ങനെ ശക്തിപ്പെടുത്തും? അത് വർഗീയതയിലേക്ക് എത്തുന്നു. സ്വത്വബോധമല്ല, സ്വത്വബോധവും അത് ശക്തപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷം എന്ന നിലയിൽ പ്രശ്നം നേരിടുന്നുണ്ട്. ദളിത് എന്ന നിലയിൽ പ്രശ്നം നേരിടുന്നുണ്ട്. സ്ത്രീ എന്ന നിലയിലുള്ള പ്രശ്നം നേരിടും. സ്വത്വ പ്രശ്നമുണ്ട്. എന്നാൽ ഒരു സ്വത്വത്തിന്റെ പ്രശ്നം അവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ എന്ന സ്വത്വ രാഷ്ട്രീയം, അത് രണ്ടാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എങ്ങനെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ശക്തിപ്പെടുന്നു? ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വർഗഘടനയിൽ വന്ന മാറ്റങ്ങൾ എത്രമാത്രം സൂക്ഷ്മമാണ്, നാം എത്ര അപഗ്രഥിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പട്ടാമ്പി അവരോട് ചോദിച്ചു, കാർഷിക മേഖലയാണല്ലോ, കാർഷിക വൃത്തി ജീവിത വൃത്തിയായി വരുമാനം മാത്രമുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കർഷക വർഗം അങ്ങനെയാണ്, ഉൽപാദനം ആരുമില്ല. കർഷക തൊഴിലാളിയായിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ ഈ ഭൂപരിഷ്കരണം അതിനുശേഷമുള്ള മാറ്റം ഒരാള് പരിപാടി നമ്മുടെ കൂടെ കർഷക തൊഴിലാളിയുടെ എണ്ണം ചുരുങ്ങുന്നു, കർഷകരുടെ എണ്ണം ചുരുങ്ങിയിരിക്കുന്നു. പുതിയ മധ്യവർഗം, നേരത്തെ വർഗം എന്ന ക്ലാസ്സിൽ മധ്യവർഗം വരുമെന്നൊക്കെ സംശയമുണ്ട്. മധ്യവർഗം തന്നെ മിഡിൽ ക്ലാസ്സിൽ തന്നെ ഉപയോഗിക്കുന്നത് അതെങ്ങനെ ശക്തിപ്പെടുന്നു? പുതിയ വർഗഘടന എങ്ങനെ? ഇത് സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ നമുക്കുള്ള കുറവുകൾ ഉണ്ട് എന്ന് തന്നെ ഇപ്പോൾ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പുതിയ തലമുറ, ആ തലമുറയെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു?
ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടത് തൊഴിലാളികളാണ്, അവരാണ് വികസിപ്പിക്കുന്നത്. പക്ഷെ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ സംഘടന പ്രചരണ പ്രവർത്തനങ്ങളിൽ നമ്മളെക്കാൾ എത്രയോ മുൻപ് മറ്റ് ശക്തികൾ പോകുന്നു. ഇതെല്ലാം ജനാധിപത്യത്തെ എങ്ങനെ പുതിയ രൂപത്തിലേക്ക് മാറ്റുന്നു? ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു തുടർച്ചയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. നന്ദി. ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ കടന്നു വന്ന വഴികളിൽ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സ്ത്രീ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് അഭിമാനത്തോടെ പറയുമ്പോൾ മഹാനായ EMSന്റെ സംഭാവനകളെ ആദരവോടെ തന്നെ കാണുകയാണ്. ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ സാമൂഹ്യ പരിഷ്കരണം 19ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീയുടെ ജീവിതത്തിനും അവളുടെ ശരീരത്തിനുമെല്ലാം മേലെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് കൂടിയായിരുന്നു. മാറുമറിക്കൽ സമരവും കല്ലൈമാല ബഹിഷ്കരണ സമരവും ഘോഷയും മറക്കുടയും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടങ്ങൾ, അതിലെല്ലാം വളരെ സജീവമായിട്ടുള്ള സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത് ജോലിക്കും കൂലിക്കും വേണ്ടി നടന്നിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള കർഷക തൊഴിലാളി പോരാട്ടങ്ങളിലും വളരെ സജീവമായി കേരളത്തിലെ സ്ത്രീകൾ പങ്കെടുക്കുകയുണ്ടായി. മൂന്നാമത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് മഹത്തായ സംഭാവന കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 സ്ത്രീകൾ, യഥാർത്ഥത്തിൽ അവരെക്കുറിച്ചൊക്കെ നമ്മൾ വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല എന്ന പക്ഷക്കാരിയാണ് ഞാൻ. അത് അനിമസ്ക്രീനും അമ്മുസ്വാമിനാഥനും ദാക്ഷായണി വേലായുധനടക്കം, അവരുടെ ദാക്ഷായണി വേലായുധൻ്റെയൊക്കെ ഒരു പാർലമെന്റിന്റെ അടക്കം ഇടപെടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതത്തോടെ നമ്മൾ അത് ശ്രദ്ധിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിലടക്കം വളരെ സജീവമായിട്ടുള്ള സ്ത്രീകളുടെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് 1957 മഹാനായ EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. ആ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ സ്ത്രീ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം, ഇവിടെ സൂചിപ്പിച്ച പോലെ സമഗ്രമായിട്ടുള്ള ഭൂപരിഷ്കരണം, ഈ മിനിമം കൂലി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാജ്യത്തിന് മാതൃകയാകുന്ന രൂപത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വികസനത്തിലെ സ്ത്രീ പങ്കാളിത്തം പറയുമ്പോൾ ഇപ്പോൾ സാക്ഷരതാ പ്രസ്ഥാനം കഴിഞ്ഞാൽ അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും, ആ അധികാര വികേന്ദ്രീകരണത്തിലും ജനകീയ ആസൂത്രണത്തിലും ലൂടെയും വികസന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി കേരളത്തിലെ സ്ത്രീകൾക്ക് സംഭാവന കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിക്കുകയുണ്ടായി. അടുത്തൊരു തുടർന്നിങ്ങോട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ അനുകൂലമായിട്ടുള്ള സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലെ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ വികസനത്തിലെ സ്ത്രീ പങ്കാളിത്തം, ആ നിലയിലെല്ലാം ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൗർബല്യങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പരിമിതികൾ, അത് എഴുതാനും വായിക്കാനും അറിയാവുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീകൾ വലിയ തോതിൽ കടന്നു വന്നു, പക്ഷെ ജോലിയിൽ അത് പ്രതിഫലിച്ച് കണ്ടിട്ടില്ല എന്നുള്ളൊരു ദൗർബല്യമുണ്ട്. ശരിക്കും തൊഴിൽ പങ്കാളിത്തം 17% ഇന്ന് 31% മാറിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വെച്ച് നോക്കിയാൽ ഇത് പോരാ എന്ന അഭിപ്രായമാണ് നമുക്കുള്ളത്. അങ്ങനെ ആ മേഖലയിൽ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലുള്ള മാറ്റം നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും അസംഘടിത മേഖലയിലാണ് ഇന്ന് സംഘടിത മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ്, കൂടുതലും അസംഘടിത മേഖലയിലാണ്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ സംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, ഇവൻ IT മേഖലയിലടക്കം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനാകും വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിനെ നമുക്ക് വേണ്ടത്ര രൂപത്തിൽ മുറിച്ചു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീകൾ ഭരണരംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെയില്ല. അസംബ്ലിയിലും പാർലമെന്റിലും വനിതാ സംവരണം
പാർട്ടിക്കുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ ഞാനത് പറയാൻ വരികയാണ്. അതായത് ഇത് ആകെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾ നമ്മൾ വളരെ ഇതായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ പോലും നമ്മളെക്കാൾ ഭേദപ്പെട്ട ഒരു നില ഉണ്ടായി. വിമർശപരമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നമ്മൾ പുറകിലാണ്. അതായത് ഞാനിവിടെ പറഞ്ഞത് ഈ എല്ലാ സമരങ്ങളിലും, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലായാലും കർഷക സമരത്തിലായാലും തൊഴിലാളി സമരത്തിലായാലും നവോത്ഥാന പോരാട്ടത്തിലും ഒക്കെ സ്ത്രീകൾ വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തന്നെ പറയാം. അതിനെല്ലാം നമുക്ക് മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിലവിലിരിക്കുന്ന ദൗർബല്യങ്ങളാണ് ഇതൊക്കെ. ഈ ദൗർബല്യങ്ങളെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. പിന്നെ സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഗാർഹിക അതിക്രമം കൂടുന്നു, പോക്സോ കേസുകളുടെ എണ്ണമെല്ലാം വർദ്ധിച്ചു വരുന്നു. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവസാനമായിട്ടിപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി സ്ത്രീയെ അവൾ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും തകർക്കത്തക്ക രൂപത്തിലാണ് കാര്യങ്ങളുടെ കിടക്ക്. അതിൽ വർഗീയ ശക്തികളും ജാതി സംഘടനകളുമൊക്കെ വളരെ സമർത്ഥമായി സ്ത്രീകളെ ഉപയോഗിക്കുന്നു. അവരുടെ തെറ്റായിട്ടുള്ള ആശയങ്ങൾ സ്ത്രീകളുടെ ഇടയിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് മാർഗങ്ങൾ അവർ അവലംബിക്കുന്നു. നമുക്ക് ചർച്ചയിലൂടെ അതെല്ലാം ഏതൊക്കെയാണെന്നൊക്കെ പരിശോധിച്ച് നോക്കാം. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അതീവ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ കടന്നു വന്ന വഴികൾ, നമ്മൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിലൂടെ നമുക്കിവിടെ വരെ എത്താൻ കഴിഞ്ഞു. അഭിമാനത്തോട് നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയും. ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ തെറ്റായിട്ടുള്ള പ്രവണതയൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പറയുമായിരുന്നു നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, ഇവിടെ അങ്ങനെയൊന്നും ആവില്ല എന്ന്. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. അത് തിരിച്ചു നടക്കാൻ ഇടവന്നുകൂടാ. ഇവിടെ ഐസക് സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുള്ള ആ മാറ്റം തച്ചു തകർക്കാനുള്ള ശ്രമങ്ങളെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കണം. അതിലെ ജനസംഖ്യയിൽ പകുതി വരുന്ന സ്ത്രീകൾ, നമ്മുടെ വോട്ടർമാർ കേരളത്തിലെടുത്ത് നോക്കിയാൽ സ്ത്രീകളാണ് മുന്നിൽ. ആ സ്ത്രീകളെ വളരെ തന്ത്രപൂർവ്വം അവരുടെ മറുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആ ഒരു അവസ്ഥയ്ക്ക് കൂടി മാറ്റമുണ്ടാക്കിയെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ജനകീയ ജനാധിപത്യ വിപ്ലവം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്ത്രീയെ മാറ്റി നിർത്തിക്കൊണ്ട് കഴിയുകയില്ല. മഹാനായ ലെനിൻ സൂചിപ്പിച്ച പോലെ സ്ത്രീയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വിപ്ലവവും നിങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അപ്പം രാജ്യത്ത് മാറ്റമുണ്ടാകണമെങ്കിൽ അത് സ്ത്രീയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട്